ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഫെബ്രുവരി മന്ത് റീഡിങ് നോക്കാം. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫെബ്രുവരി മന്ത് എന്താണ് നമ്മുടെ സിറ്റുവേഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഫെബ്രുവരി മന്ത് നോക്കാം. ഫെബ്രുവരി മന്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരികയാണ് ചില കാര്യങ്ങൾ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോ എന്റെ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓളൊന്ന് ടച്ച് ചെയ്യണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ടാരോട്ട് റീഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിങ്ങിന് താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാം, അല്ലാത്തവരും ഇട്ടേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ജനുവരി മന്തില് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. എല്ലാവരുടെയും സമയം ഒരുപോലല്ല. അതുകൊണ്ട് തന്നെ ചിലവർക്കാണ് പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളൊക്കെ ചിലവർക്കാണ് വരുന്നത്. കുറച്ച് പേർക്കെങ്കിലും വരുന്നുണ്ടാവും. ചിലപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സൗഭാഗ്യങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. എന്താ പറയാ, പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കാം. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 9 of Swords. പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കരയേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കണ്ടു വരുന്നുണ്ട്. വഴക്കുണ്ടാവുന്നുണ്ട്, പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. നല്ലത് മാത്രമല്ല സംഭവിക്കുന്നത്, ചീത്തയും സംഭവിക്കും. എന്ത് സംഭവിച്ചാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. 9 of Swords, 5 of Wands, 2 of Swords, Strength, Knight of Swords, 3 of Wands, Page of Cup, 2 of Pentacles. കുറച്ച് കാർഡ് വേറെ. ഫെബ്രുവരി മന്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എംപ്രസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് കപ്പ്, ടെൻ ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, Magician, 10 of Pentacles, Justice. ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് സ്പ്രെഡ്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് പ്രതീക്ഷിക്കാതെ. ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ നെഗറ്റീവ് എനർജി, നെഗറ്റീവ്സ് പറയാന്ന് വിചാരിക്കരുത്. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പ്രതീക്ഷിക്കാതെ. ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പ്രതീക്ഷിക്കാത്തതായിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് എന്തായാലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതായിരിക്കും നല്ലത് അല്ലെ. അപ്പൊ ഫെബ്രുവരി മന്ത് ഇപ്പം ചിലർക്കൊക്കെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഫെബ്രുവരി അല്ലെ. അപ്പോ ഇവിടെ പലർക്കും ജസ്റ്റിസ് ലഭിച്ചിട്ടുണ്ട് ലൈഫിൽ. എന്തെങ്കിലും കേസ് പരമായിട്ട് അല്ലെങ്കിൽ കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നീതി ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുൻപേ ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തില് നിങ്ങളുടെ ഭാഗത്ത് ഒരു പക്ഷെ നിങ്ങൾക്ക് ന്യായം ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഭാഗത്ത്. എന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാകും, ജസ്റ്റിസ് ലഭിക്കില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ്, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ ചിലർക്ക് ജസ്റ്റിസ് ലഭിക്കും,
ചിലർക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഒരു നീതി ലഭിക്കാൻ സാധ്യതയില്ലാത്ത ചിലരുണ്ട്. അതിൻ്റെതായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ചില കോടതി കേസുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണം ഈ ഫെബ്രുവരി മാസം. കോടതിയും കേസും അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് ചിലർക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയും കേസും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ ആ ഒരു കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക്, ആരുടെയൊക്കെ ലൈഫിലേക്ക് വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 8 ഓഫ് കപ്പ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരൊക്കെയോ പോകുന്നുണ്ട്. ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ട് കാണുന്നു. അതിൻ്റെതായിട്ട് നിങ്ങളെ ഒരുപാട് കരയുന്നതായിട്ട്, ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ പോകുന്ന ആരുടെയൊക്കെ ലൈഫിൽ നിന്ന് പോകാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ വല്ലോ രോഗമായിട്ട് കിടക്കുന്നവരൊക്കെ ആവാം, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ആവാം, ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവര് അവർക്ക് മറ്റൊരു ബന്ധം. പേജ് കപ്പ് വന്നിട്ടുണ്ട്, 7 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടി. ഇവിടെ 3 തേർഡ് പാർട്ടി കാർഡുകൾ, 3 ഓഫ് വാണ്ട് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ട് മറ്റൊരു തേർഡ് പാർട്ടിയെ അന്വേഷിച്ച് പോകുന്നതായിട്ട്, അല്ലെങ്കിൽ വിട്ടിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട്. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ആരുടെയൊക്കെ. അപ്പം ചിലരുടെ പൂർണ്ണമായിട്ടും വിട്ടുപോവുകയാണ്. ചിലപ്പോ ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം. ആ ബന്ധത്തിൽ നിന്നും നിങ്ങളുടെ പാർട്ട്ണർ, ഒരുപക്ഷെ ലേഡി ആവാം, ജെന്റ്സ് ആവാം, നിങ്ങൾ ആരായാലും തിരിച്ച് നിങ്ങൾ ആരാണോ കാണുന്ന വ്യക്തി, അതിന്റെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് തേർഡ് പാർട്ടിയായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ പറയാം. അങ്ങനെ അതായത് തേർഡ് പാർട്ടി കാർഡ് 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിന്റെയൊക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വേദനിക്കുന്നവരെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്കുള്ള ആ ഒരു കോണ്ടാക്ട് കുറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളോടുള്ള സംസാരം കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വഴക്കിട്ടിട്ട് നിങ്ങളിത് മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്. ആ വ്യക്തിക്ക് മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ നിന്ന് മാറി നിൽക്കുന്നതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്. ഒരുപാട് ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഒരുപാട് പ്രോബ്ലം, അതായത് അവരുടെ ഒരു ടൈം ഫെബ്രുവരി മാസത്തിൽ ചില വ്യക്തികളുടെ ടൈം വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും 10 ഓഫ് സോർഡ്സ് എനർജി, ഒത്തിരിയൊക്കെ പ്രോബ്ലത്തിലേക്ക് ചിലവർ വ്യക്തികൾ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രതീക്ഷിക്കാത്ത ചില പ്രോബ്ലംസ് ഒക്കെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത്, ചിലർക്ക് പ്രതീക്ഷിതമായിട്ടുള്ള എന്തൊക്കെയോ പ്രോബ്ലംസ് ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിപ്പോ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നില്ല. അത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. എന്ത് വന്നാലും നിങ്ങൾ ആ ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. ഏതൊരു പ്രശ്നത്തിനെയും തരണം ചെയ്യാനുള്ള ആ ഒരു തന്റെ ഇടത്തോടെ തന്നെ മുന്നോട്ടേക്ക് പോവാം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ചിലർക്ക് ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിലൂടെ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലോണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിനായിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇപ്പം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ഈ മാസത്തിൽ എനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട്.
നിങ്ങളൊരു പക്ഷെ ഇപ്പൊ അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ലഭിക്കുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആരിൽ നിന്നോ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള നിങ്ങളൊരു പക്ഷെ നിങ്ങൾക്കൊരു സാമ്പത്തികം ആവശ്യം ഉണ്ടാവാം. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം, നിങ്ങൾക്ക് പരിചയമുള്ളവരോടൊക്കെ നിങ്ങൾ ഒരു പക്ഷെ ബന്ധുക്കളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ച് ചോദിച്ചിട്ടുള്ള ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊരു സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തൊന്നും നമുക്കത് ലഭിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വരുന്നത്, അല്ലെ? അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾക്കത് അപ്രതീക്ഷിതമായിട്ടല്ലേ തോന്നും. അപ്പൊ അങ്ങനെയുള്ള എന്തോ നിങ്ങൾക്ക് ലഭിക്കുന്ന ആരുടെ കയ്യിന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. ഒരുപക്ഷെ പണമാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, പ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു എംപ്രസ് എനർജി വന്നിട്ടുണ്ട്. ചിലർക്ക് ബിസിനസ്സിലൊക്കെ ഈ ഒരു മാസം ഇതുവരെ നെഗറ്റീവ്സ് അല്ല പറഞ്ഞത്, ഇനിയിപ്പോൾ പോസിറ്റീവ് പറയും. ഇവിടെ എംപ്രസ് ഉണ്ട്, 10 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, അല്ലെ? ഈ 2 എനർജി എന്ന് പറയുമ്പോഴത്തേക്കിനും മജീഷ്യൻ ഉണ്ട്. അപ്പോ ഈ ഒരു ഫെബ്രുവരി മാസത്തില് ചിലവർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കാണുന്നുണ്ട്. ചിലർക്ക് ബിസിനസ് ആയിരിക്കും, ബിസിനസ് മേഖലയിലായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബിസിനസ്സുകൾ, വലിയ വലിയ ബിസിനസ്സുകൾ, നിങ്ങളൊരു പക്ഷേ ഡെപ്പോസിറ്റുകളൊക്കെ ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നവരോ, ഇൻഷുറൻസ് മേഖലയിലുള്ളവരോ, അല്ലെങ്കിൽ അതുപോലെ ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ആ ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ ബിസിനസ്സുകൾ, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വലിയ ബിസിനസ്സുകൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു അബണ്ടന്റ് എനർജി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് പല കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം എന്താണോ അതിലൂടെ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് വളരെയധികം അഭിവൃദ്ധി വരികയാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ അതാണ്, ഭയങ്കര അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം 10 ഓഫ് പെന്റക്കിൾസും ഉണ്ട് ഇവിടെ. 10 ഓഫ് പെന്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ അത്രയധികം നിങ്ങൾ സമ്പന്നതയിലേക്ക് എത്തുകയാണ്. സന്തോഷകരമായ ഒരു ലൈഫ് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഈ ഒരു ഫെബ്രുവരി മാസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമായിട്ട് ചിലർക്ക് കാണുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ്. ഈ 10 ഓഫ് പെന്റക്കിൾസ് എനർജി അല്ലെങ്കിൽ എംപ്രസ് എനർജി ഒക്കെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഇതായിരുന്നിരിക്കും 10 ഓഫ് സോർട്സ്. ആ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഈ 10 ഓഫ് സോർട്സ് എനർജിയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഉണ്ട്. 10 വാള് കുത്തി ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ, അത് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ കഴിഞ്ഞു പോയ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു 2024 വർഷം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തിന്റെയും അഭിവൃദ്ധിയുടെയും ആനന്ദത്തിന്റെയും ഒക്കെ വർഷമാണ്, അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് നാളുകാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവര് ഓരോ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഓരോ മാസം കഴിയുന്തോറും അവരുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കൂടിക്കൊണ്ട് വരികയാണ്. സാമ്പത്തികമായിട്ടെന്നല്ല, അവരുടെ മാനസികമായിട്ടുള്ള സന്തോഷം, എല്ലാ രീതിയിലും സന്തോഷം അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങൾ അവർ അനുഭവിച്ച ഈ ഒരു എനർജിയാണ് എപ്പോഴും, എല്ലാ വർഷത്തിന്റെ എല്ലാ മാസങ്ങളും. അപ്പൊ ഈ എനർജികളൊക്കെയാണ് അവർ അനുഭവിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോ ഈ എംപ്രസ് എനർജിയിലും 10 ഓഫ് പെന്റക്കിൾസ് എനർജിയിലും വരേണ്ടതുണ്ട്. അപ്പൊ എപ്പോഴും സമയം ഒരുപോലെ ഇരിക്കില്ല, കാലം മാറി മാറി വരും, അല്ലെ? ചക്രം തിരിയുന്ന അനുസരിച്ചിട്ട് സമയം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിലൊക്കെ അനുഭവിച്ച വ്യക്തികൾക്ക് ഇപ്പോൾ ഈ ഒരു എംപ്രസ് എനർജി അവരുടെ മുന്നിലാണ്. 10 ഓഫ് പെന്റക്കിൾസ്. അവർ തൊടുന്നതെല്ലാം പൊന്നാകും എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം അവർക്ക് അനുകൂലമായി തീരുവാണ്. അവരെന്ത് ചെയ്താലും അവർക്ക് അതിലൂടെ ലാഭമാണ്, അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്താലും.
തൊടുന്നതെല്ലാം പൊന്നാക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പല വിധത്തിലുള്ള മേഖല, പല വഴിയിലൂടെ ആയിരിക്കും, പല സോഴ്സിലൂടെ ആയിരിക്കും അവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്, പല സോഴ്സിലൂടെ. അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പം അവർക്ക് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോലെ ബിസിനസ്സുകാരൊക്കെ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല 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 കാര്യങ്ങൾ ചെയ്യും, പല വഴിയിലൂടെ അവർക്ക് ഇൻകം വരും. അങ്ങനെ ബുദ്ധിപരമായിട്ട്, അതായത് മജീഷ്യന്റെ എനർജിയില് മജീഷ്യൻ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കടിച്ചു നിൽക്കാതെ വേറെയും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, ഒരു മാജിക്കൽ പവറുള്ള വ്യക്തികൾ, അതായത് അതിനൊക്കെയുള്ള കഴിവുള്ള വ്യക്തികളുണ്ട്, പ്രത്യേക കഴിവ്. ചിലർക്കാണെങ്കിൽ എല്ലാം എന്താ ഒരു ജോലി മതിയാവും, എങ്ങനെയെങ്കിലും ആ ഒരു ജോലി തന്നെ കടിച്ചു തൂങ്ങി ഇങ്ങനെയൊക്കെ അങ്ങ് പോവാ, ആ രീതി. പക്ഷെ നമ്മൾ കുറച്ച് എന്താ പറയാ, ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ചൊക്കെ ഉയരങ്ങളിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഒന്നാമത് നമുക്ക് വേണം. ഈ ഒരു എംബറസ് എനർജി, ടെൻ ഓഫ് പെന്റക്കിൾസ് അല്ലെങ്കിൽ കിങ് ഓഫ് പെന്റക്കിൾസ് ഒക്കെ എനർജി വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു എനർജിയും കൊണ്ട് ഇരിക്കുന്നവർക്ക് അതൊന്നും വരില്ല. നമ്മൾ എന്തായാലും ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ലഭിക്കുള്ളൂ. ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ലഭിക്കുന്നത്. അപ്പൊ അതുപോലെയൊക്കെ ആഗ്രഹിക്കും. അപ്പൊ ഞാൻ വലിയ ധനികനാവണം എന്നൊന്നും പലരും ആഗ്രഹിക്കില്ല. അത് ധനികൻ ആകുന്നത് വലിയ കുഴപ്പമാണെന്നാണ് ചിലരുടെ വിചാരം, അല്ലെങ്കിൽ ധനികയാവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല സാധാരണ രീതിയിൽ എല്ലാവരും. ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഒന്ന് എംബ്രസ് എനർജി എന്ന് പറയുമ്പോൾ ആ എംബ്രസ് ആവാനായിട്ട് എനിക്ക് ഇതുപോലെ ഒരു എംബ്രസ് എനർജിയിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുക. അതിനായിട്ട് നമ്മൾ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നെന്ന് വെച്ചിട്ട് ഒന്നും ലഭിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെതായിട്ടുള്ള വഴികൾ കണ്ടെത്തണം, ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ, ഇമാജിനേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അതിനുള്ള വഴികളൊക്കെ തനിയെ കണ്ടെത്തും. അതൊരു മജീഷ്യൻ ആണെങ്കിൽ, അതായത് ഒരു മാജിക്കൽ പവറുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യക്തികളെ ഉണ്ടാവൂ, എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോയാച്ചാൽ മതി. പക്ഷെ അതൊന്നും അല്ലാതെ എനിക്ക് ഉയരങ്ങളിൽ എത്തണം, വെട്ടിപ്പിടിക്കണം, ഒരുപാട് സമ്പാദിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എംബ്രസ് എനർജി, ടെൻ ഓഫ് പെന്റക്കിൾസ് എനർജി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവരൊരുപാട് പ്രോബ്ലത്തിലൂടെയും പോയിട്ടുണ്ടാവും. അവരുടെ ലൈഫ് എപ്പോഴും സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെയൊക്കെ അവർ സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് ഏതൊരു പ്രശ്നത്തിനെയും വളരെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് കൈകാര്യം ചെയ്ത് പോകാൻ കഴിവുള്ളവരായിരുന്നു അവർ. അവർക്കൊരു ജസ്റ്റിസ്, തീർച്ചയായിട്ടും ലൈഫിലൊരു ജസ്റ്റിസ് അങ്ങനെയുള്ളവർക്കുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും അതൊക്കെയാണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പലതും കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് മജീഷ്യൻ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള പലതും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതിന്റെയൊക്കെ പേരാണ് മാനിഫെസ്റ്റേഷൻ. ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം പല കാര്യങ്ങൾക്കും പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. പലരും ഇമാജിനേഷൻ എന്ന സങ്കല്പം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ചെയ്യുന്നുണ്ടാവാം. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം. എല്ലാം ചെയ്ത് ചുമ്മാ ഇരുന്ന പോരാ, നമ്മൾ അതിനായിട്ടൊക്കെ ഹാർഡ് വർക്ക് കൂടെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പല വഴിയിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് അവർക്ക് അത്രയ്ക്കൊന്നും ഇല്ല അങ്ങനെ കുറച്ച് വരാതിരിക്കുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലഭിക്കാതിരിക്കുമ്പോൾ നിരാശപ്പെടാതെ എനിക്കിതൊന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞ് പോവാതെ വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കിട്ടുന്നിടം വരെ ഞാൻ ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ഇതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ പോകണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇവിടെ പുതിയ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഒരുപാട് ചോയ്സസ് പലർക്കും കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാവാം. അപ്പൊ നിങ്ങൾക്ക് അതിനായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ബന്ധത്തിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള, നല്ല ചേരേണ്ട ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്.
ഒരുപാട് നാളായിട്ട് കല്യാണം ആലോചിച്ച് ഒന്നും ശരിയാവാതിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ ആർക്കൊക്കെയോ നല്ല ബന്ധം വരുന്നുണ്ട്. ഫെബ്രുവരിയിൽ ആരൊക്കെയോ മാരേജ് കഴിക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള നിങ്ങൾക്ക് ചേരുന്ന ഒരു ജോഡി നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ആ ഒരു നല്ലൊരു സെലക്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. പുതിയ ആലോചനകൾ, ചിലർക്ക് പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഞാനിവിടെ തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വിട്ടിട്ട് ചിലര് വേറെ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ചോയ്സസിന്റെ കാർഡാണ്. ഈ കാർഡ് വന്നാൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി കാർഡുകളെല്ലാം അവിടെ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഈ റീഡിങ് കാണുന്ന ഈ ഒരു ആർക്കൊക്കെയോ ഫെബ്രുവരി മാസം ഈ റീഡിങ് കാണുന്ന ആർക്കൊക്കെയോ വളരെ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾ ഇത് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനാവാം, അല്ലെങ്കിൽ ഭാര്യയ്ക്കാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പിലേക്കൊക്കെ മാറി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ചില ഗിഫ്റ്റ് ഒക്കെ ലഭിക്കാൻ പോകുന്നുണ്ട്. ചിലർക്കൊരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ചിലര് പ്രഗ്നൻസി കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു മാസം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരിക്കും ഇങ്ങനെ ഇപ്പം ആ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ഈ മാസം ആർക്കൊക്കെ അത് ലഭിക്കുന്നു. ചിലർ മാരേജ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പ്രഗ്നൻസി കാണുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ പ്രഗ്നൻസിയിലേക്ക് വരുന്നു. ചിലർക്ക് നിങ്ങൾ ഇപ്പൊ അത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലർക്കത് പ്രഗ്നൻസി സംഭവിക്കാൻ പോകുന്നത്. കുട്ടി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് ഈ ഒരു മാസം ഫെബ്രുവരി മാസത്തിൽ കുട്ടി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ബർത്ത് ഓഫ് ചൈൽഡ് ഉണ്ട് ഈ ഒരു മാസം പലർക്കും കാണുന്നുണ്ട്. ഈ ഒരു റീഡിംഗ് കാണുന്ന ആർക്കൊക്കെ ഉണ്ട് കുട്ടി ഉണ്ടാവുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം, അതായത് ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ള ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്. ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ആ ഒരു വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കാം. പ്രഗ്നൻസിയിലായിരുന്നിരിക്കും. ഒരുപക്ഷെ ഈ മാസം അവർക്ക് കുട്ടി ഉണ്ടാവുന്നതായിട്ട് വരുന്നു. അവരുടെ ആ ഒരു കുട്ടി ജനിക്കുന്നതായിട്ട്. കാരണം അതിൻ്റെതായിട്ടുള്ള ആഘോഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥ വരുന്നുണ്ട്. പിന്നീട് ചില സിറ്റുവേഷൻസ് ഓൺ ആൻഡ് ഓഫ് ആണ്. നിങ്ങളുടെ ചിലർക്കൊക്കെ നോ കോണ്ടാക്ട് ആണെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി ഒന്ന് കോണ്ടാക്റ്റിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പക്ഷെ വീണ്ടും വരും, അത് കഴിഞ്ഞ് വീണ്ടും പോവുകയും ചെയ്യും. വന്നിട്ട് പോവും, ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ പോകും എന്നുള്ള സിറ്റുവേഷനുള്ള വ്യക്തികൾ ഉണ്ടാവാം. ആ ഒരു നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നോ കോണ്ടാക്ട് ആണ്, നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പോവുകയും ചെയ്യും. ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് കേട്ടോ. ഒരുപക്ഷെ തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ. ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വരും, പിന്നെ പോവും, പിന്നെ അടുത്ത ആളിന്റെ അടുത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളവരുണ്ടാവാം. ഇവിടെ ചില ക്യൂന്, അതായത് ചിലവരുടെ വളരെ ദേഷ്യത്തിലിരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ഒരു ക്യൂന്, അതായത് നിങ്ങളുടെ ലവർ ആരുടെയൊക്കെയോ വളരെ ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. നിങ്ങളോട് വളരെ ദേഷ്യഭാവത്തിലാണ്, നിങ്ങളോട് പിണങ്ങി നോ കോണ്ടാക്റ്റിലാണ്, വളരെ ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെട്ട് നോ കോണ്ടാക്റ്റിലായതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ ഉറക്കമില്ലാത്തൊരവസ്ഥ, ഡിപ്രഷൻ, കരച്ചിലും ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ വഴക്കുണ്ടായിട്ട് പിരിഞ്ഞതാവാം, വഴക്കുണ്ടായിട്ട് നോ കോണ്ടാക്റ്റിലായതാ. അതിന്റെ പേരിൽ നിങ്ങൾ കരഞ്ഞ ഡിപ്രഷൻ മോഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ചിലരുണ്ട്. ചിലവരുടെ കുഴപ്പമില്ല, തിരിച്ചവർ വരിക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലർ വരും, പിന്നെയും പോകും. ചിലർ തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരും. അപ്പൊ ഏതാണ് നിങ്ങളുടെ എന്നുള്ളത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അവരുടെ പെരുമാറ്റ രീതിയിൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു സന്തോഷകരമായ ഫാമിലി ലൈഫ് കാണുന്നുണ്ട്. ആർക്കൊക്കെയോ സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വിദേശത്ത്, നിങ്ങളുടെ ഹസ്ബൻഡ് വിദേശത്താണെങ്കിൽ നിങ്ങൾ
നിങ്ങളെ ഫാമിലിയായിട്ട് നിങ്ങളുടെ ഫാമിലിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വൈഫിനെയും കുട്ടികളെയും വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സോ വല്ലാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയും ഫാമിലിയെയും നിങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ സന്തോഷകരമായ ഇതുവരെ നിങ്ങൾ രണ്ടിടത്തായിട്ട് ജീവിച്ചിരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് സന്തോഷകരമായിട്ട് ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ കൺട്രീസിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഫാമിലി ആയിട്ട് ജീവിക്കാൻ പോകുന്നതായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങളെ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളെ വേറെ പിരിഞ്ഞ് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ രണ്ടിടത്തായിരുന്നിരിക്കാം, ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരവസ്ഥ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കാതെ വിസ ലഭിക്കുവോ അങ്ങനെയൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വിസ ലഭിക്കുകയോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആരുടെയൊക്കെയോ ലൈഫിൽ ഈ ഫെബ്രുവരി മാസം നടക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് പ്രതീക്ഷിക്കാതെ നിങ്ങൾ ലഭിക്കാനുള്ള പണം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള പണം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അതുവരെ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് ഒരുപക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവാം. അങ്ങനെ മറന്നിട്ടുള്ളത് ഒരുപക്ഷെ അവര് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പണം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആർക്കൊക്കെ. ചിലർക്ക് സാലറി വർധനവൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സാലറി വർധനവ് അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം കാണുന്നുണ്ട്. മറ്റൊരു ജോലിയിലേക്ക് കുറച്ചുകൂടെ സാലറി കൂടിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ഒരു സാലറി നിങ്ങൾക്ക് കുറവാണ്, കുറച്ചും കൂടെ കൂടിയ സാലറി ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒട്ടും നിങ്ങൾക്ക് തികയുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ നല്ല സാലറിയിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം അങ്ങനെ ആർക്കൊക്കെ അത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സാലറി കൂട്ടിയിട്ട് ഒരു സ്ഥലം മാറ്റം, പ്രൊമോഷനോട് കൂടി ഒരു സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സ്ഥലം മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഈ മാസം അത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ സാലറി കുറച്ചും കൂടെ കൂടുതൽ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ കിട്ടുന്നതിനൊക്കെ കൂടുതൽ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് അതൊരു സന്തോഷകരമായ വാർത്തയായിട്ട് ലഭിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സംഭവിക്കുന്നു. ചിലർക്ക് നിങ്ങളുടെ പേഴ്സണെ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ഫെബ്രുവരി മാസം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ നിങ്ങളെ കണ്ടുമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാകാം ഹസ്ബൻഡ് ആവാം, നിങ്ങൾ പറയാതെ നിങ്ങളുടെ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരമൊക്കെ കാണുന്നുണ്ട്. ഒരു കൂടിച്ചേരല് മിക്കവർക്കും കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കണ്ടത്. അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു മാസം. ചിലരുടെ വഴക്കുണ്ടാക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നിങ്ങളൊരു ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ ഈ ഒരു മാസം എന്തെങ്കിലുമൊക്കെ വഴക്കും പ്രശ്നങ്ങളും പ്രോബ്ലം ഒക്കെ ഉണ്ടായി ഒരു ഡിവോഴ്സ് കേസിലേക്ക് പോകുന്നു. ചിലരുടെ പ്രോബ്ലത്തിന് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയാവാം അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയാവാം. അങ്ങനെ ഒരു ലേഡിയുടെ സാന്നിധ്യം കാണും. നിങ്ങൾ തമ്മിൽ വേറെ പിരിയാനായിട്ടൊരു ലേഡിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയാവാം, ഭാര്യയുടെ അമ്മയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു ലേഡിയാവാം. അവര് മുഖേന നിങ്ങൾക്കൊരു വേർപിരിയലിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഒരു ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതിനുള്ള അപ്പോൾ അതിനെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൗൺസിലിങ്ങോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. ഒരു ജസ്റ്റിസിന്റെ മാസമായിട്ട് ഫെബ്രുവരി മാസത്തെ കാണാം, ഒരു നീതി ലഭിക്കുന്ന മാസമായിട്ട്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു നീതി ലഭിക്കുകയാണ്, അതും ഫെബ്രുവരിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളും ചിലർക്ക് ചീത്ത കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരില്ലല്ലോ. ഇപ്പം എല്ലാവരുടെയും ഒരു എനർജി അല്ല, പലരുടെ എനർജിയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ഈ പറഞ്ഞതൊക്കെ ആർക്കെങ്കിലും റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അവരെടുക്കാം കേട്ടോ, അല്ലാത്തൊരു ഇട്ടേക്കുക. ഇതാണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ. അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ അത് നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങൾ നടക്കും, ചീത്ത കാര്യങ്ങൾ നടക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾ നല്ലത് പ്രതീക്ഷിച്ചിരിക്കുക, പോസിറ്റീവായിട്ട് നല്ലത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക, അത് പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ടിരിക്കുക, സ്ട്രെങ്ത് കാർഡ്. എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം എന്ത് വന്നാലും സ്വീകരിക്കും. ജീവിതമാകുമ്പോൾ എന്ത് വന്നാലും നമ്മൾ സ്വീകരിച്ചേ പറ്റും. അപ്പൊ ജീവിതമാണ്, നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.